നമസ്കാരം. മാധ്യമങ്ങളൊക്കെ എടുത്ത് മലയാള സിനിമയെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ. അപ്പം 2017 കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ ഒരു മുൻനിര നായിക ആക്രമിക്കപ്പെടുകയും ലൈംഗികമായിട്ട് കാറിൽ വെച്ച് അക്രമത്തിനിരയാവുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനനുസരിച്ച് ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. ഒരു നടൻ്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ എടുക്കുന്നില്ല. ആ സമയത്ത് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുകയും ഇവരുടെ പരാതിയെ തുടർന്ന് കേരള ഗവൺമെൻറ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും അതുപോലെ തന്നെ ഈ ഒരു തുല്യതയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അതാണ് ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2019 ഡിസംബറിൽ ഏകദേശം 60ഓളം വരുന്ന ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകളെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം 2019 ഡിസംബർ കാലഘട്ടത്തിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു വിത്ത് ഫുൾ എവിഡൻസ്. വാട്സപ്പ് ചാറ്റ്, പെൻഡ്രൈവ്, ഓഡിയോ ക്ലിപ്പ് കംപ്ലീറ്റ് അടങ്ങുന്ന ഒരു എവിഡൻസ് കൈമാറുകയാണ്. അതായത് ഒരു റിപ്പോർട്ട് കൈമാറി. 2019 ഉറങ്ങിപ്പോയ ഈ റിപ്പോർട്ട് ഇപ്പം കോടതിയുടെ ഇടപെടലും വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ മൂലം പുറത്തു വന്നു. അതായത് ഉറങ്ങി കിടക്കുകയായിരുന്നു 4 വർഷം, ആരും അറിഞ്ഞിട്ടില്ല. ഇതെന്തിനു പൂഴ്ത്തി വെച്ചു? അല്ലെങ്കിൽ ഉടയുന്ന വിഗ്രഹങ്ങൾ അങ്ങ് ഉടയട്ടെന്ന്. നടനും നടിയും ഒന്നും അല്ല ഇവിടെ, സംവിധായകനും അല്ല, ഇവിടെ സിനിമയാണ് പ്രധാനം. അല്ലാതെ ഈ സൂപ്പർ താരങ്ങളും ആരില്ലെങ്കിലും ഇവിടെ സിനിമയോടും ഈ 15 അംഗങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമത്തിൽ 15 അംഗത്തിൻ്റെ പേരാണ് പറയുന്നത്. ഈ 15 അംഗത്ത് പെടാത്തവർ പോലും ഈ സംശയത്തിന് നിഴലില്ല എന്നുള്ളത് ഈ പൊട്ടന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചിന്തിക്കണ്ടേ? വെറും ഇതന്നെ എടുത്തിട്ട്, അതുപോലെ ഈ റിപ്പോർട്ട് വിട്ട ആൾക്കാർക്ക് ഒരു മിനിമം ക്വാളിറ്റിയെങ്കിലും വേണ്ടേ? 300 പേജ് അടങ്ങുന്ന ഒരു റിപ്പോർട്ടിൻ്റെ 235ഓളം വരുന്ന പേജുകൾ മാത്രം പുറത്ത് വിടുമ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഏതോ ഞാനയോ മറ്റേ വെള്ളിത്തിരയൊക്കെ എടുത്ത് വായിക്കുന്ന പോലെ ഇപ്പോൾ ഈ റിപ്പോർട്ട്, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പണ്ട് കേട്ടമെടുത്ത ഗോസിപ്പുകൾ, ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ ചാൻസിന് വേണ്ടി കിടന്നു കൊടുക്കുന്നതും, ഇതൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നമുക്ക് എന്താ പറയുക, ഒട്ടും ആക്സെപ്റ്റായിട്ട് തോന്നാത്തൊരു കാര്യം ടോയ്ലറ്റ് ഫെസിലിറ്റി സ്ത്രീകൾക്ക് കൊടുക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഈ ആർത്തവ സംബന്ധമായ സംഭവങ്ങളുള്ള സമയത്ത് പോലും ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു സിനിമാ ലൊക്കേഷനിൽ ഒരു ടോയ്ലറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ കൊടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു മുൻനിര പ്രൊഡ്യൂസറും നടനുമായിട്ടുള്ള ഒരു ആളുടെ കേസ്, അയാളുടെ സിനിമയിൽ അഭിനയിച്ചൊരു നായിക കൊടുത്ത കേസ്. അതായത് അതിൻ്റെ അവസാനം അറ്റവും പേരും തേടിപ്പോയവർക്കൊക്കെ കിട്ടിയത് ഇവർ തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ചാൻസ് കൊടുക്കാതെ ഒരു കേസ് കൊടുത്തു. ഇതല്ലേ സംഭവിച്ചത്? 90% കേസിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്. ഇതല്ലാതെ സംഭവിക്കുന്ന വേറൊരു കാര്യം പറഞ്ഞുതരാം. അവസരത്തിന് വേണ്ടി കിടന്നു കൊടുത്ത് പിന്നെ അവർക്ക് നല്ല അവസരങ്ങളൊക്കെ കിട്ടി അവരൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പം കാലും കയറ്റി വെച്ച് പറയാം, ഞാൻ വന്ന സമയത്ത് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അതും ഇതും നേരിട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കിടന്നു കൊടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് ഒരുമാതിരി കോണകത്തിലെ ഡയലോഗ് അടിക്കുന്നത് തീരെ ശരിയായിട്ടുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ മേത്ത് കൈവയ്ക്കുകയും ആ റിപ്പോർട്ടിൽ പറയുന്ന പോലെ നിങ്ങളുടെ വാതിൽ വന്ന് മുട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഈ ഓൾറെഡി കിടന്നു കൊടുത്ത് അല്ല. ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ ഈ റിപ്പോർട്ടിൽ, കിടന്നു കൊടുക്കാൻ നിർബന്ധിച്ച അമ്മമാരെ പറ്റി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞ അമ്മമാരെ പറ്റി എന്തേ ഈ പറയുന്ന സ്ത്രീ ഭക്തജനങ്ങളൊന്നും അതിനെതിരെ പ്രതികരിക്കാത്ത? ഈ അമ്മമാർക്ക് പേരില്ലേ? അമ്മമാരൊക്കെ ഉറങ്ങിപ്പോയോ? ഇതിനെതിരൊന്നുമല്ല, ഇത് പുരുഷ മേധാവിത്വം കാണിക്കണം. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കൺട്രോൾ ചെയ്യുന്ന പുരുഷന്മാരായതാണോ? WCC മുന്നേ പറയുക, അല്ലെ അതിൽപ്പെട്ട ആളുകൾ പറയുകയുണ്ടായി സിനിമയിൽ സ്ത്രീ സാന്നിധ്യം കുറയുന്നു. ഒരു പുരുഷൻ നിർമ്മിച്ച്, ഒരു പുരുഷൻ സംവിധാനം ചെയ്ത്, ഒരു പുരുഷൻ ക്യാമറ ചെയ്ത്, ഒരു പുരുഷൻ എഡിറ്റ് ചെയ്ത് വരുന്ന സിനിമയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാനുള്ള അവകാശം പോലും ശരിക്കും നിങ്ങൾക്കില്ല. WCCയിൽ വരുന്ന ഒരംഗം, ഏറ്റവും മുതിർന്നൊരംഗം എടുത്ത സിനിമയിലെ നായകൻ ഒരു മുൻനിര യുവതാരമായിരുന്നു, ഓർമ്മയുണ്ടോ? ഇനി എടുക്കാൻ പോണ സിനിമയിലോ KGF എന്ന് പറയുന്ന ഒരു സൂപ്പർ സിനിമയിൽ നായകനായിട്ട് വരുന്ന ആൾ. കാരണം വേണം, യാഷിനെ വേണം. കാരണം മാർക്കറ്റ് ചെയ്യണ്ടേ? സ്ത്രീയെ കൊണ്ടിട്ടാൽ മാർക്കറ്റ് കിട്ടുന്നില്ല. മറിച്ച് നിങ്ങൾ തെളിയിക്കുക,
ഒരു സ്ത്രീയെ കൊണ്ടുപോയി നായികയാക്കി ആ സിനിമ ഇവിടെ ഓടിച്ച് കാണിച്ച് നിങ്ങൾ പറ, നിങ്ങൾ എഡിറ്റ്, നിങ്ങൾ ക്യാമറ ചെയ്യും, നിങ്ങൾ സംവിധാനം ചെയ്യും, എന്നിട്ട് നിങ്ങൾ പറ ഞങ്ങൾ തുല്യത ഉണ്ടാക്കുന്നത്. അല്ലാതെ എല്ലാ പണിയും പുരുഷന്മാരെ കൊണ്ട് അങ്ങ് ചെയ്യിച്ചിട്ട് പിന്നെ നിങ്ങൾ വന്ന് തുല്യത വേണം മറ്റേത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുത്തു തരാൻ തുല്യത ഒന്നും ഇല്ല ആർക്കും. അങ്ങനെ തുല്യത കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പോൾ അതിന് നിങ്ങളുടെ അംഗം തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ളത്. അതായത് എടുക്കാൻ പോണ സിനിമയിൽ പോലും നായകനായിട്ട് സൂപ്പർ താരത്തിന് വേണം. അപ്പോഴും ഇവിടെ നയൻതാര ഇല്ലേ, മഞ്ജു വാര്യർ ഇല്ലേ, ആലിയ ഭട്ട് ഇല്ലേ, രശ്മിക മന്ദാന ഇല്ലേ, ഇവരൊന്നും വേണ്ടേ? പകരം യാഷിനെ വേണം. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നത് അയാളാണ്. ഇത് മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല, ലോക സിനിമയിൽ അങ്ങനെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ പൊട്ടനാണ്, അല്ലെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കുക എന്ന് വേണം പറയാൻ. പിന്നെ ഈ റിപ്പോർട്ട് പ്രകാരം എന്താ പറയുക, ഒരു 90% കേസസും സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി കിടന്നു കൊടുത്ത് പിന്നെ വരുന്ന ചൂഷണങ്ങളെപ്പറ്റി പറയുന്നത് വലിയ അടിസ്ഥാനമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളാ അമ്മമാരെ പറ്റി ഒന്ന് അന്വേഷിക്കുക. അതൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. കാരണം ഇപ്പോഴും പറഞ്ഞു, സ്ത്രീയുടെ അനുവാദമില്ലാതെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ പരസ്പര ബന്ധത്തോടു കൂടി സമ്മതത്തോടു കൂടി പിന്നെ വന്ന് കോണ പറയുന്നത് വലിയ സുഖമുള്ള കേസല്ല. ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന 90% കേസുകളും ഇങ്ങനെയാണ്. അവസരത്തിന് വേണ്ടി കിടന്നു കൊടുക്കും, കിട്ടാതാകുമ്പോൾ കേസ് കൊടുക്കും. ഈ കിടന്ന് കൊടുത്തതെന്നുള്ള അപ്പോൾ നിങ്ങൾ മറന്നോ? പിന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് സിനിമയിൽ. വേറെ ജോലി ചെയ്യാനില്ലേ? കേസ് കൊടുത്തൂടെ? ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത്, പലതും മറച്ചു വെക്കേണ്ടി വന്നു. എന്തിനു മറച്ചു വെക്കണം? കേസ് കൊടുത്തൂടെ? ഇനി കേസ് കൊടുത്താൽ ഇവിടെ പറയും പോലെ കേസ് കൊടുത്താൽ ഇത് പൂഴ്ത്തി വെച്ച സർക്കാർ കേസ് കൊടുത്താൽ എന്ത് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. കേസ് കൊടുക്കണ്ട. നിങ്ങൾക്കിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളില്ലേ? എത്ര പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പം? ഒന്നും ആരും മിണ്ടുന്നില്ലല്ലോ. കൊല്ലങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ ഒരു വലിയ പൊസിഷനിലെത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പലരും തുറന്നു പറയുന്നത്. അത് അത്ര വൃത്തിയുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വിട്. നിങ്ങൾ ഈ 15 അംഗം നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പം ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ കണ്ടു ശീലിച്ചുള്ള ആളുകളുടെ മുഖങ്ങളൊക്കെ ഇപ്പോൾ ട്രോളുകളിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു വിഷമമാണ്. ഇനിയിപ്പോൾ അയാൾ അതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വിഗ്രഹം ഉടയന്നെ ചെയ്യും. ഉടയട്ടെന്ന്. നായകനും നടിയും സംവിധായകനും ഒന്നും അല്ലല്ലോ, സിനിമയല്ലേ വലുത്, തിയേറ്ററല്ലേ വലുത്. ഇവിടെ ആരും തോളിലൊന്നും അല്ല മലയാള സിനിമയും ലോക സിനിമയിലും ആരുടെയും തോളിലൊന്നുമല്ല. നല്ല സിനിമ വന്നാൽ പ്രേക്ഷകരുണ്ടാവും കാണാൻ. നിങ്ങൾ ഈ റിപ്പോർട്ട് എടുത്ത് വെച്ച് മലയാള സിനിമയെ കീറി മുറിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നില്ല എന്ന്? പറ്റുമോ? പറ്റത്തില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലാകുമ്പോൾ അതൊരു ഗ്ലാമറസ് മേഖലയാണ്. എല്ലാവരും നോക്കിയിരിക്കുക എന്താ സംഭവിക്കുന്നത് നോക്കാൻ, അത്രയേ സംഭവിക്കുന്നുള്ളൂ. എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ ഒരു ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ അതൊരു ഗ്ലാമറസ് വേൾഡ് ആയതുകൊണ്ട് അത് വളരെയധികം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് എടുത്ത് കാണിക്കുക. നാറ്റിക്കാൻ കിട്ടുന്ന അവസരമല്ലേ? ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്ന ആളുകളെ പറ്റി. അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതാരാണെന്ന് നോക്കാൻ ആർക്കും ത്വരയില്ല. അല്ലെങ്കിൽ പുറത്ത് വിടാനുള്ള പണി നോക്ക് മാധ്യമങ്ങൾ. ഇത് പുറത്ത് കൊണ്ടുവരാനുള്ള പരിപാടി നോക്ക്. എന്നിട്ട് പുറത്ത് വന്ന് ഉടയുന്ന വിഗ്രഹങ്ങൾ ഉടച്ചുകളാ അങ്ങ് പോട്ടെ. ഇതിനൊന്നും ആർക്കും നേരമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് കൂടെ നിന്ന് കൊടുക്കണം. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ കിടന്നു കൊടുത്തിട്ട് പിന്നെ വന്ന് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതുപോലെ തന്നെ എടുത്ത് പൊന്തിച്ച് കൊണ്ടുവരുന്നുണ്ട് തിലകൻ സാറിൻ്റെ വിഷയം. തിലകൻ സാറ് മഹാനടനാണ്, ആർക്കും ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മറുവശാരും നോക്കിയിട്ടില്ല. എന്തിനു പുറത്താക്കി ഒന്നും നോക്കിയിട്ടില്ലല്ലോ. ഈ മനുഷ്യനും നെഗറ്റീവ്സ് ഉണ്ടായിരിക്കില്ലേ? മാമുക്കോയ എന്ന് പറയുന്ന മഹാനടൻ തിലകനെ പറ്റി പറഞ്ഞതെന്താ? സത്യനന്ദിക്കാടിൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന് പറയുന്ന സിനിമയിൽ മദ്യപിച്ച് വന്നുകൊണ്ട് പിന്നെ അതിനുശേഷം ഒരു സത്യനന്ദിക്കാട് സിനിമയിലും തിലകൻ സാർ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പം പൊന്തിച്ച് കൊണ്ടുവരുന്നുണ്ട് തിലകനെയൊക്കെ. എന്തിനാന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇതിൻ്റെ മറുവശം നിങ്ങൾക്കറിയോ? എല്ലാവരും വൺ സൈഡ് മാത്രമാണ് കേൾക്കുന്നത്. എല്ലാവരും ഇരയുടെ കൂടെ നിൽക്കുമ്പം ഇരയല്ലാത്തൊരാൾ അവിടെ വേട്ടയാടപ്പെടുന്നുണ്ട്. ആ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് പോലും ആലോചിക്കാതെ ഈ റിപ്പോർട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ 15 അംഗത്തിൻ്റെ പേര് പുറത്ത് വിട്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് സത്യമാണെന്നുള്ളത് മറ്റുള്ളവർ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് പുറത്ത് വിട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരാളെ കുറ്റം പറയാൻ പോലും പറ്റുള്ളൂ.
പക്ഷേ ഇപ്പോഴേ മുറവിളി തുടങ്ങി, ഇത് അയാളാണ്, ഇത് മറ്റേയാളാണ്, മറിച്ചയാളാണ്. ഇതിനൊക്കെ കാരണം ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടല്ലേ, നാനയ്ക്കും വെള്ളി നക്ഷത്രത്തിനും പോലുള്ള വാല്യൂ ഇല്ലാത്ത നിങ്ങളുടെ റിപ്പോർട്ടല്ലേ, അവിടെ ഇവിടെയും തൊടാതെ അയാൾ മറ്റാൾ മറിച്ചാൾ, എന്ത് കാര്യം? അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയതും പുറത്തു വിടും. കംപ്ലീറ്റ് എവിഡൻസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര പേടി? സർക്കാർ 4 വർഷം അത് പൂഴ്ത്തിവെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ഇതിങ്ങനെ തന്നെ തുടർന്നു പോകും. 4 വർഷം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ 4 വർഷം അടുത്ത പെൺകുട്ടിയുടെ കഥക് തട്ടാൻ നിങ്ങൾ അനുവാദം കൊടുത്ത പോലെയല്ലേ ഇത്?